ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് ദോശയാണ് കേട്ടോ പലഹാരം. ഞായറാഴ്ച ദോശയ്ക്ക് പറ്റിയൊരു സിമ്പിൾ സാമ്പാറാണ് കേട്ടോ. വളരെ സിമ്പിളാണ്, കൂടുതൽ പച്ചക്കറിയും വേണ്ട, സവാള വെച്ചിട്ട്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക കേട്ടോ. കാണുന്നവർ ഇത് കഴുകിയിട്ടൊന്ന് മുറിച്ചെടുക്കട്ടെ. നമുക്ക് സാമ്പാറിന് കുറച്ച് പരിപ്പ് വേവിക്കാൻ വെക്കാം. വലിയൊരു ഗ്ലാസ് പരിപ്പുണ്ട് കേട്ടോ, തുവരപ്പരിപ്പ്. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. രണ്ട് വിസിൽ വരട്ടെ. നമുക്ക് പരിപ്പ് വെന്താ നോക്കാം. സൂപ്പറായി വന്നു കേട്ടോ. ഇവിടെ ഇരിക്കട്ടെ. സാമ്പാർ വെക്കാം. ചട്ടി ചൂടാവട്ടെ കേട്ടോ. ചട്ടി ചൂടായി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടാവട്ടെ. എണ്ണ ചൂടായി കടുകിട്ട് കൊടുക്കുക. രണ്ട് വറ്റൽ മുളക്, കറിവേപ്പില, ഇതിലേക്ക് രണ്ട് സവാള വലിയ കഷ്ണങ്ങളായിട്ട് അടർത്തിയതാണ് കേട്ടോ. സവാള ഒന്ന് വാടി വരട്ടെ. സവാള വാടി വന്നു. ഇതിലേക്ക് രണ്ട് പച്ചമുളക്, വലിയ രണ്ട് തക്കാളി, തക്കാളി ഒന്ന് വേണ്ടി വരട്ടെ. തക്കാളിയൊക്കെ വാടി വന്നു. ഈ പൊടികൾ ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ സാമ്പാർ പൊടി. പൊടികളൊന്ന് മൂത്ത് വരട്ടെ. പൊടികളിട്ടിട്ട് മൂത്ത് വന്നു. നമ്മുടെ വേവിച്ച് വെച്ച പരിപ്പ് ഒഴിച്ച് കൊടുക്കട്ടോ. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് വാളമ്പുളിൻ്റെ വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഒരു നെല്ലിക്ക വലിപ്പത്തിൽ. ഉപ്പിട്ട് കൊടുത്തിട്ടില്ല, ഉപ്പിട്ട് കൊടുക്കുക. നന്നായി തിളക്കട്ടെ. നമ്മുടെ കറി തിളച്ചാൽ നോക്കാം. അടിപൊളി തിളച്ചു കേട്ടോ. സൂപ്പർ സാമ്പാർ, കുറുകിയ സാമ്പാർ. നല്ല കുറുകിയ സാമ്പാർ കേട്ടോ. എന്താ കഷ്ണമില്ലാത്തത്. ഇഡ്ഡലി സാമ്പാർ ദോശയ്ക്കും പറ്റും, ചോറിനും പറ്റും കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. വയ്ക്കാത്തവരൊന്ന് വെച്ച് നോക്കുക. ദോശ ഉണ്ടാക്കട്ടെ കേട്ടോ. നല്ല അരച്ച് വെച്ചാൽ ഇപ്പോഴാണ് പത്രക്കാരൻ വരുന്നത്. ഇഷ്ടം പോലെ ഫുൾ ഓട്ടേ ഉള്ളൂ. വേഗട്ടെ. ഇത് ദോശ ഓടുന്നു. സ്മൂത്ത് കൂടിയിട്ടാ നന്നായി പൊന്തി വന്നു. മിക്സി
മിക്സിയിലരച്ചതാണ് കേട്ടോ. വേഗട്ടെ വേഗട്ടെ. ഫസ്റ്റ് ദോശ റെഡി. കിടക്കാച്ച ദോശ. ഇരുമ്പ് കല്ലില്ലേ, ചൂട് പിടിച്ചിട്ടുണ്ടല്ലോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വാട്ടർ സപ്ലൈ നടത്തിക്കൊണ്ടിരിക്കണം. അതെ, അല്ലെങ്കിൽ കറണ്ട് വലിക്കുമ്പോൾ ദോശ കൂടെ വരും. ഇതേപോലെ സത്യം. ഇരുമ്പ് കല്ലിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ദോശ വേഗട്ടെ. ഹോട്ടലിലാണ് അവിടെ പിന്നെ ദോശ കഴിക്കണ്ടാ. കുറുകിയ സാമ്പാർ, ചമ്മന്തി അരച്ചില്ല. ആരുമില്ല, വിശക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് ഞാൻ ദോശ കഴിക്കട്ടെ. നിങ്ങൾക്ക് എന്തൊക്കെയാണ് സ്പെഷ്യൽ എന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഞായറാഴ്ച ആയിട്ട് കേട്ട ഇരുമ്പാമ്പുളിൻ്റെ ഇലയൊക്കെ പൊട്ടിച്ച് കളയാൻ കേട്ടോ. കൊതു ഉണ്ട് കേട്ടോ ഇലയിൽ. ഉണ്ടാ കൊതു പാറിന് ഒക്കെ ഒടിച്ച് കളയാണ്. പിന്നെ ഇവിടെ വെയിലും വരുന്നില്ല. ഇരുമ്പാമ്പുളി മുകളിൽ നിറയും. മരം കയറണം കേട്ടെ. ഇല്ലേട്ടാ, വഴുക്കുണ്ട് കേട്ടോ. അതൊക്കെ പൊട്ടിച്ച് കളഞ്ഞാൽ ഇവിടെ വെയിൽ വരുള്ളൂ. തുണി ഉണങ്ങണില്ലാന്ന്. ഏറ്റവും വലിയ പാട്. ഇരുമ്പാമ്പുളി ആരും കഴിക്കുന്നില്ല. അല്ല പിന്നെ വഴുക്കണ്ടാട്ടെ. എന്നപ്പോൾ നല്ല വെളിച്ചം വന്നൂല്ലേ. അയ്യോ എന്താ മേലെ മുട്ടിയാണ്. ഇനി ഇപ്പുറത്തൊരു വായൻ്റെ ഉണ്ട്. ഉണക്കവർക്ക വെള്ളം കുടിച്ചതൊക്കെ അല്ലേ. ഒരു കെട്ട് കിട്ടി. തെങ്ങിൻ്റെ കടക്കിൽ കൊണ്ടിടണം. തെങ്ങ് എവിടീന്? ആ അല്ല, കിടക്കട്ടെ, ഉണങ്ങുമ്പോൾ കത്തിക്കാം. എന്താ ചെയ്യുന്നത്? വാഴൻ്റെ ഇലയൊക്കെ പൊട്ടിച്ച് കളയണ്ട. വരണ്ടേ. ഇതുണ്ടോ കാട് പിടിച്ച് കിടക്കണ മുകളിൽ. എന്തൊരു ഇലയെന്ന് വേണ്ട. ഇത്രയും വെട്ടി വെടുപ്പാക്കി. വാഴൻ്റെ കറവ് ആ ഷർട്ടിന് നോക്കണ്ട. അപ്പുറത്തെ വീട്ടിൽ തോട്ടി കൊണ്ടുവന്നാണ് കേട്ടോ. ഇതെന്തത്? കൂട്ടുകാരുടെ വീട്ടിൽ മൂർച്ചയില്ലേ. അതൊരു വലിയ കാര്യം. കാണാൻ ഭംഗിയുള്ളൂ. അമ്മ കുന്തം പിടിച്ച് നിൽക്കണ പാടനെ പോലെ ഉണ്ട് കാണാൻ. ഒരു മൂർച്ചയില്ല. നമ്മുടെ ഉച്ചയൂണ് ഇതാണ് കേട്ടോ. രാവിലത്തെ സാമ്പാർ, മുരിങ്ങയിലയും മുട്ടയും കൂടി തോരൻ വെച്ചത് കേട്ടോ. പിന്നെ മുളക് വറുത്തു. സ്പെഷ്യൽ മുരിങ്ങ കൊണ്ടുവന്നിട്ട് വറുത്തു ഞങ്ങൾ. അങ്ങനെ ഉണ്ട്. സൂപ്പർ. ഒരു കറി വെച്ചപ്പോൾ ചോറുമായി, ദോശയ്ക്കുമായി. ഇന്ന് സ്പെഷ്യലൊന്നും ഇല്ല കേട്ടോ. ആര് പറഞ്ഞോ? ഞങ്ങളുടെ സ്പെഷ്യൽ ഞായറൊക്കെ തരുന്നുള്ളൂ. മുരിങ്ങയിലുണ്ട് സ്പെഷ്യൽ. അത് പ്രതീക്ഷിക്കാൻ പറ്റിയതാണ്. അപ്പം ഞങ്ങൾ ഊണയിക്കട്ടെ. ഇത്രയേ ഉള്ളൂ കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.